റിസോർട്ട് മാനേജർ അപമര്യാദയായി പെരുമാറിയ കേസിൽ തങ്കമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്ന് കാണിച്ച് വിധവയായ വീട്ടമ്മ രംഗത്ത്. ഇടുക്കി കാമാക്ഷി കാൽവരി മൗണ്ട് കല്ലംപ്ലാക്കൽ രഞ്ജിനിയാണ് കട്ടപ്പന ഡിവൈഎസ്പിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെടണമെന്ന് രഞ്ജിനി ആവശ്യപ്പെടുന്നു. റിസോർട്ട് ഉടമയുടെ ഉന്നത ബന്ധത്തിന്റെ മറവിൽ തനിക്ക് നീതി നിഷേധിക്കുകയാണെന്നും വീട്ടമ്മ പറയുന്നു. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ 20 സെന്റ് സ്ഥലം വാങ്ങിച്ചു. 3 ലക്ഷം രൂപ കൊടുത്ത് കിഴക്കൽ ഈപ്പച്ചൻ്റെ ആളിൻ്റെ സ്ഥലമാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിലേർക്കും വിഷയങ്ങളെല്ലാം ഉണ്ടായി. വടക്കുമതി ടോമി എന്ന ആളിൻ്റെ ജീവനക്കാരനായ ജോഷി വന്ന് വിഷയമുണ്ടാക്കി എന്നെ വൃത്തികേട് പറയുകയും അശ്ലീല വാക്കുകൾ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ തങ്കമണി സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ നടപടി ഉണ്ടായില്ല. നടപടി ഉണ്ടാകാൻ വന്നപ്പോൾ ഞാൻ വേഗം തന്നെ കട്ടപ്പന DSP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ അവിടുന്ന് എന്നെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് മുമ്പ് കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് 200 പത്രത്തിൽ ഒപ്പിടിക്കുകയും ചെയ്തിരുന്നു. അത് പ്രകാരം ഞാൻ ഇവിടുന്ന് പണി കഴിഞ്ഞ ശേഷം 7 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നെക്കൊണ്ട് സൈൻ നിർബന്ധമായിട്ട് ബലം ചെയ്ത് എന്നെക്കൊണ്ട് ഒപ്പിടിച്ചു. കേസ് പിൻവലിച്ചേ പറ്റുള്ളൂ, നിങ്ങളുടെ അയൽക്കാരല്ലേ, അങ്ങനെയാ, നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് മേടിച്ച് കൊടുക്കുകയും ചെയ്തു. ഞാനും എൻ്റെ പെങ്കൊച്ചും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അന്നേരം ആ സമയത്ത്. അപ്പം ഇങ്ങനെ നടപടി ഉണ്ടായില്ല. അതുപോലെ തന്നെ എനിക്കിവിടെ പെരപണിയാനും സമ്മതിക്കുന്നില്ല. വസ്തു ഞങ്ങളുടെ അതുകൊണ്ട് കയ്യേറിയൊക്കെ ചെയ്തേക്കാണ് അവർ. അപ്പം ഇത് അവർ ടോമിച്ചേട്ടൻ്റെ വഴിക്കൂടെ സാധനങ്ങൾ കൊണ്ടുവരാനോ വീട് പണിയാനോ ആ ടോമിച്ചേട്ടൻ സമ്മതിക്കുന്നില്ല. അതിനകത്ത് ഇതും കാരണമാണ്. അപ്പം ഞങ്ങൾ ഈ മിനിക്കുട്ടിയായിട്ട് യാതൊരു മിണ്ടാട്ടോ പറച്ചിലോ ഒന്നുമില്ല. 2-3 വർഷമായി ഞാൻ വേണ്ടിയിട്ട് വ്യാജമായ ഇതാണ് മിണ്ടുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് പകുതി കാര്യങ്ങളും തെറ്റമായ കാര്യങ്ങളാണ് അവൻ പറഞ്ഞുണ്ടാക്കുന്നത്. അവർക്കിപ്പോൾ സ്ഥലം വേണമെന്നുള്ള രീതിക്കാണ് അവർ ഞങ്ങൾ കയ്യേറിയെ എടുത്തേക്കുകയും ചെയ്തേക്കുകയാണ് സ്ഥലം. തങ്കമണി സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. CI എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് യാതൊരു നടപടി ഉണ്ടായില്ല. അന്നേരം ഞാൻ കട്ടപ്പന SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു. അന്നേരം എന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്നവരല്ലേ, അയൽക്കാരല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധമായിട്ട് കേസ് പിൻവലിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ ഭീഷണിപ്പെടുത്തി എന്നെക്കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. കാൽവരി മൗണ്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് മാനേജർ തനിക്കെതിരെ അപമര്യാദയായി പെരുമാറിയ വിഷയത്തിൽ രഞ്ജിനി തങ്കമണി പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണം എന്ന് കട്ടപ്പന DYSP നിഷാദ് മോൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് വീട്ടമ്മയുടെ ആരോപണം. എതിർകക്ഷികളായ റിസോർട്ട് ഉടമയുടെയും മാനേജറുടെയും സാന്നിധ്യത്തിലായിരുന്നു ഭീഷണി. തങ്കമണി സ്റ്റേഷനിൽ ഇവർക്കെതിരെ താൻ കൊടുത്ത പരാതി വ്യാജമാണെന്ന തരത്തിൽ DYSP ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്നും രഞ്ജിനി പറയുന്നു. റിസോർട്ട് ഉടമയുടെ ഉന്നത ബന്ധം തനിക്ക് നീതി ലഭിക്കുന്നതിന് തടസ്സമാകുന്നുവെന്നും വീട്ടമ്മ പറയുന്നു. മാനേജർ അപമര്യാദയായി പെരുമാറുമ്പോൾ 18 വയസ്സുള്ള മകളും തനിക്ക് ഒപ്പമുണ്ടായിരുന്നുവെന്നും അയൽവാസികൾ ദൃക്സാക്ഷികളാണെന്നും രഞ്ജിനി പറഞ്ഞു. ഇത് സംബന്ധിച്ച് തങ്കമണി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. തുടർന്നാണ് പരാതിയുമായി കട്ടപ്പന DYSPയെ സമീപിച്ചത്. DYSP അവിടെ വച്ച് തന്റെ പരാതി വ്യാജമാണെന്ന് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങി. എതിർകക്ഷിയായ റിസോർട്ട് ഉടമയുടെ സ്ഥലത്തിനോട് ചേർന്നാണ് രഞ്ജിനിക്ക് 20 സെന്റുള്ളത്. ഇവിടെ കാൽവരി മൗണ്ട് പള്ളിയിൽ നിന്നും രഞ്ജിനിക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ്. ഇതിന്റെ ഭാഗമായി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുവന്നിറക്കിയപ്പോൾ റിസോർട്ട് മാനേജറുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതേ തുടർന്ന് വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റ വിൻസെന്റ് ഡി പോൾ പ്രവർത്തകർ മടങ്ങുകയും ചെയ്തു. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ആശുപത്രിയിൽ അഡ്മിറ്റായ രഞ്ജിനി മടങ്ങിയെത്തിയപ്പോൾ റിസോർട്ട് മാനേജറുടെ നേതൃത്വത്തിൽ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. തുടർന്നാണ് തങ്കമണി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതി എഴുതിയപ്പോൾ സംഭവം നടന്ന തീയതി തെറ്റിപ്പോയി. മാനസിക വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടും കാരണം തനിക്ക് വന്ന പിഴവാണെന്ന് രഞ്ജിനി പറയുന്നു. ഇതിന്റെ പേരിൽ റിസോർട്ട് മാനേജർ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും രഞ്ജിനി പറയുന്നു. നിരാലംബയായ തനിക്ക് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിടേണ്ടി വന്നത്. കിടപ്പാടം ഇല്ല. ഇപ്പോൾ കൂലിവേല ചെയ്യുന്ന വീട്ടുടമസ്ഥന്റെ സംരക്ഷണത്തിലാണ് 18 വയസ്സുള്ള മകളും മകനുമായി കഴിയുന്നത്. DYSPയുടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് രഞ്ജിനി ഉന്നയിക്കുന്നത്. താൻ വില കൊടുത്തു വാങ്ങിയ തന്റെ സ്ഥലം തട്ടിയെടുക്കുവാനുള്ള റിസോർട്ട് ഉടമയുടെ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും യുവതി പറയുന്നു. അതേസമയം രഞ്ജിനി പറയുന്നതിൽ വാസ്തവമില്ലെന്ന് കട്ടപ്പന DYSP പറഞ്ഞു.
ഇരുകൂട്ടരും തമ്മിൽ വഴിത്തർക്കം നിലനിൽക്കുകയാണ്. അത് രണ്ടു കൂട്ടരും പറഞ്ഞു തീർത്തു. ഇരുവർക്കും പരാതിയില്ലെന്ന് പറഞ്ഞ് എഴുതി വപ്പിക്കുക മാത്രമാണ് ഉണ്ടായത്. രഞ്ജിനിയെ ഭീഷണിപ്പെടുത്തിയെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും ഡിവൈഎസ്പി നിഷാന്ത് മോൻ മറുനാടനോട് പറഞ്ഞു.